ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ കൃപകളും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിത പ്രതിസന്ധികളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി വചനത്തിന് നീ തന്നെ സാക്ഷ്യം നൽകുന്നുവല്ലോ. ദൈവമേ, ഈ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ. അങ്ങയുടെ അത്ഭുതകരമായ കരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദർശിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ ഉണർവിന് വേണ്ടി, ഒരു നിറവിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 44 അധ്യായം തിരുവചനം 3. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്, അവിടുത്തെ വലതുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് പറയണത്: ദൈവമേ, പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങു ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതുന്ന ആൾ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. പഴയ കാലത്ത് ഇവരുടെ പൂർവ്വപിതാക്കന്മാർ കുറേ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കഥകൾ ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ്. എന്താണ് പൂർവ്വപിതാക്കന്മാർ പറഞ്ഞു കൊടുത്ത കഥകൾ? കഥകൾ ഇതാണ്: വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്. അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ നാട് പിടിച്ചടക്കിയ ഒരു ചരിത്രം ഇദ്ദേഹത്തിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ വിജയം വരിച്ച ഒരു ചരിത്രം ഇദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നേ കാലത്തോളം എല്ലാവരും വിജയം വരിച്ചത് വാളുകൊണ്ടാണ്. അന്നേ കാലഘട്ടം വരെ, അതുവരെ ഇദ്ദേഹം കേട്ടിരിക്കുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് വാളുകൊണ്ടും കരബലം കൊണ്ടും ആളുകളെ കൊന്നൊടുക്കി, എല്ലാ ആളുകളെയും അക്രമാസക്തമായിട്ട് പോയി നശിപ്പിച്ച്, ഒരു പ്രദേശം മുഴുവൻ തീയിട്ട് ഇങ്ങനെയൊക്കെ നശിപ്പിച്ച് ആൾബലത്തിൻ്റെ പുറത്ത്, വാളിൻ്റെ പുറത്ത് വിജയം വരിക്കുന്ന കഥകളാണ് ഈ മനുഷ്യൻ ഇതുവരെ കേട്ടിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറയുകയാണ്, എന്നാൽ ഞാനൊരു പുതിയ കഥ കേട്ടു, ഞാനൊരു പുതിയ സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞു, ഞാൻ പുതിയൊരു രീതിയെക്കുറിച്ചറിഞ്ഞു. എന്താണ് ഈ രീതി? ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്. പിന്നെ എങ്ങനെ പിടിച്ചടക്കി? കരബലം കൊണ്ടല്ല അവർ പിടിച്ചടക്കിയത്. പിന്നെ എങ്ങനെ പിടിച്ചടക്കി? അവിടുത്തെ വലതു കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അത്രയും കാലം വാളുകൊണ്ട് പിടിച്ചടക്കിയ കഥ കേട്ട മനുഷ്യൻ പറയുകയാണ്, ഇതാ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വേറൊരു രീതിയിൽ വിജയം വരിച്ചു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വേറൊരു രീതിയിൽ അത്ഭുതകരമായിട്ട് വഴി നടത്തപ്പെട്ടു. അത് കർത്താവിൻ്റെ വലതു കൈ കൊണ്ടാണ്. കർത്താവ് കൂടെ നടന്നിട്ട്, കർത്താവ് ചില സ്ഥലത്ത് വലതു കൈ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടിയപ്പോൾ അവിടെ കടൽ രണ്ടായിട്ട് മാറി. ചില സ്ഥലത്ത് കർത്താവ് ഞങ്ങളുടെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഇതാ കൂരിരുട്ടായിരുന്നു. കർത്താവ് വന്നപ്പോൾ ആ പ്രദേശം മുഴുവൻ വെളിച്ചമായിട്ട് മാറി. ഇതാ ഒരുപാട് ശത്രുക്കൾ, 10,000 കണക്കിന് ശത്രുക്കൾ, ശക്തരായ ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ചുരുക്കം നമ്പർ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവരുടെ നേരെ ചെന്നപ്പോൾ കർത്താവ് കരം നീട്ടിയപ്പോൾ ഇതാ അവരെല്ലാം നിഷ്പ്രഭമായി, അവരെല്ലാവരും തകർന്ന് താഴെ വീണുപോയി. ഇങ്ങനെ ഒരു ചരിത്ര കഥ ഈ മനുഷ്യൻ നമുക്കിന്ന് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതങ്ങളിൽ കാണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് നമ്മുടെ കുടുംബത്തെ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നയിക്കാൻ പോവുകയാണ്.
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകം നമുക്ക് പറഞ്ഞു തരുന്ന പല വഴികളുണ്ട്. ഈ ലോകം നമ്മുടെ മുമ്പിലേക്ക് വച്ച് നീട്ടുന്ന കുറേ ആശയങ്ങളുണ്ട്. ഈ ലോകത്തിൽ കുറേ ആളുകൾക്ക് കൈകളുണ്ട്, കാലുകളുണ്ട്. ഇവരെല്ലാം നമ്മളെ സഹായിക്കാനായിട്ട് കരങ്ങൾ നീട്ടുമ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ നീ വിജയിച്ചിട്ടുണ്ടാകാം. ലോകം പറഞ്ഞു തന്നിട്ടുള്ള പല പദ്ധതികളും പല കാര്യങ്ങളും നീ നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് നീ വിജയിച്ചിട്ടുണ്ടാകാം. ലോകം പറഞ്ഞു തരുന്ന പല വഴികളും പല ആശയങ്ങളും ആ ആശയങ്ങൾ നീ സ്വീകരിച്ചപ്പോൾ നീ ജീവിതം സഫലമായെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും വിജയം കൊണ്ടുവന്ന് തന്നിട്ടില്ല. വിജയമാണെന്ന് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? ചില രോഗങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത കാര്യങ്ങൾ നമുക്കില്ലേ? സമ്പത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ചില സമയത്ത് സമ്പത്തിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിന്നിട്ടില്ലേ? മക്കളെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ നോക്കി വളർത്തി വലുതാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ മക്കൾ ഒന്നുമല്ലാതെ നമ്മുടെ മുമ്പിലൂടെ മക്കളിതാ തോന്നിയതുപോലെ കണ്ടതുപോലെയൊക്കെ ജീവിക്കുന്ന ചില സാഹചര്യങ്ങളില്ലേ? കണ്ണുനീരിൻ്റെ രാത്രി നമുക്കില്ലേ പ്രിയപ്പെട്ടവരെ? കർത്താവ് പറയുകയാണ്, നീ വിജയം വരിക്കുവാൻ ഇതാ ഒരു പുതിയ വഴി നിന്റെ മുമ്പിലേക്ക് തുറന്നു തരുന്നു. പല ആളുകൾ തുറന്നു തന്ന വഴി, പല ആളുകൾ കാണിച്ചു തന്ന വഴികൾ, പല ആളുകൾ നീട്ടിയ കരങ്ങൾ, ഇതെല്ലാം ഒരു അല്പസമയത്തേക്ക് നീ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നല്ലോ, അവിടുത്തെ വലതുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുറച്ചു നേരം നമ്മളിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്, നമ്മളിരുന്ന് ധ്യാനിക്കേണ്ടത്, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ സ്നേഹത്തോടെ ആയിരിക്കേണ്ടത്, ജീവിതത്തിലൊരു സ്നേഹ സാന്നിധ്യം അനുഭവിക്കേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവർ വിജയം വരിച്ചു. വിജയം വരിച്ചത് വാളുകൊണ്ടല്ല. നമ്മൾ വിജയം വരിക്കും. നമ്മൾ വിജയം വരിക്കണം. വിജയം വരിക്കേണ്ടത് വാളുകൊണ്ടോ ശക്തി കൊണ്ടോ മറ്റുള്ള ആളുകളുടെ പ്രഭാവം മൂലമോ ഒന്നുമല്ല, കർത്താവിൻ്റെ വലതുകരം കൊണ്ടാണ്. കർത്താവിൻ്റെ വലതുകരം കൊണ്ട് പഴയ നിയമത്തിൽ വിജയം വരിച്ച ഒരു വലിയ വ്യക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മോശ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ മോശയെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ട്. ഈ മോശ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി എത്ര ശക്തരായിട്ടുള്ള ആളുകളുണ്ടെന്നറിയോ? എത്ര ബുദ്ധിയുള്ള ആളുകളുണ്ടെന്നറിയോ? കുറേ ആളുകളുണ്ട്, ആലോചനാ സംഘം തന്നെയുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു സമയത്ത് മോശയ്ക്ക് ഇവരൊന്നും കൂട്ടിന് വന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കുക, ചെങ്കടലിന് മുമ്പിൽ മോശ നിൽക്കുകയാണ്. മോശയുടെ പുറകിൽ ഇതാ ഈജിപ്തിലെ പട്ടാളക്കാർ കൊന്നൊടുക്കുവാൻ വേണ്ടി വരുന്നു. മോശയുടെ തൊട്ട് മുമ്പിൽ എന്താണ്? കടൽ. പുറകിൽ പട്ടാളക്കാർ, മുമ്പിൽ ഇതാ ചെങ്കടൽ. മോശയോട് പലരും പറഞ്ഞു, ഇതാ വശങ്ങളിലേക്ക് ഓടാം, ഒരു രക്ഷയില്ല. മോശയോട് ചിലർ പറഞ്ഞു, നമുക്ക് പുറകോട്ട് തിരിഞ്ഞോടാം, അത് രക്ഷയില്ല. ചിലർ പറഞ്ഞു മുൻപോട്ടോടാം, രക്ഷയില്ല. ഒരു വഴിയും നിലപ്പോവാത്ത സമയം. എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്കറിയാം. വാളുകൊണ്ട് വിജയം വരിച്ചിട്ടുള്ള കഥകൾ ഇവർക്കറിയാം. ശക്തി കൊണ്ട് വിജയം വരിച്ചിട്ടുള്ള കഥകൾ ഇവർക്കറിയാം. എല്ലാ വാളും എല്ലാ ശക്തിയും എല്ലാ സ്വാധീനങ്ങളും എല്ലാ ആശയങ്ങളും ഒരു നിമിഷം പരാജയപ്പെട്ടു പോയി. മോശ ഒന്ന് പതറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലെ ചില സമയത്ത് ഒന്ന് പതറിപ്പോകണം എത്ര ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ വചനം ഭയങ്കര ഒരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ശക്തിയും കരവും നമ്മിലേക്ക് കടന്നു വരും. ഈ വചനം ഈ സമയത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത് എന്ന് പറഞ്ഞാൽ മുമ്പിൽ കടലുണ്ടാകുമ്പോൾ അവിടെ ഒരു വാളും നടപ്പാവാൻ പോണ കാര്യമല്ല. കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. എത്ര ശക്തിയുള്ള ആളായിക്കോട്ടെ, എന്ത് പവറുള്ള ആയിക്കോട്ടെ, മുമ്പിൽ കടൽ വന്ന് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. വാള് വെച്ച് കടലിനെ വെട്ടിമുറിക്കാൻ പറ്റുമോ? കടലിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല. ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്താലും വെട്ടിമുറിക്കാൻ പറ്റില്ല. അവിടെ അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ, അതിനെ വെട്ടിമുറിക്കണമെന്നുണ്ടെങ്കിൽ, ആ തടസ്സം എടുത്തു മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വഴിയിലൂടെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അതൊരു രോഗമായി, ചിലപ്പോൾ അതൊരു സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും, ചിലപ്പോൾ അതൊരു ഉത്കണ്ഠയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, മുന്നോട്ടൊരു വഴി കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി തുറന്നു തരാൻ കർത്താവിൻ്റെ കരത്തിന് മാത്രമേ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. എല്ലാ ആശയങ്ങളെയും വ്യക്തികളെയും പ്രതിസന്ധികളെയും സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ഇതാ നിന്റെ മുമ്പിലേക്ക് ഈ കടലിനെ മാറ്റുവാൻ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ശക്തിയും വരും. വചനം ഓർക്കുന്നുണ്ടല്ലോ, അവിടുത്തെ വലതുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടാണ് അവർ വിജയം വരിച്ചത്. മോശ കടലിന് കുറുകെ എന്താണ് ചെയ്തത്? മോശ അവിടെ ഒരു വഴി തെളിക്കാൻ എന്താണ് ചെയ്തത്? ആ കടലിന് മുന്നിലേക്ക് എന്താണ് കർത്താവ് ചെയ്തത്? കർത്താവ് പറഞ്ഞു മോശയോട്, മോശയെ
ഇതാ ഒരു വടി അവിടെ കിടക്കണു, നീ ആ വടി എടുത്തിട്ട് കടലിന് മുമ്പിലോട്ട് നീട്ടുക എന്ന് പറഞ്ഞാൽ മോശ കൈകൾ നീട്ടിയപ്പോൾ കർത്താവിൻ്റെ കൈകളാണ് മോശ നീട്ടിയത്. മോശയ്ക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം, കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇതാ ദൈവം കരം നീട്ടുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തമായ കരം നീട്ടുമ്പോൾ ഈ കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുമെന്ന് മോശയ്ക്കറിയാമായിരുന്നു. അന്ന് വരെയുള്ള ചരിത്രം എന്താണ്? വാളുകൊണ്ട് രാജ്യങ്ങളെ പിടിച്ചടക്കി, ശക്തി കൊണ്ട് രാജ്യങ്ങൾ പിടിച്ചടക്കി. പക്ഷേ ദൈവം കൂടെയുള്ളപ്പോൾ എത്ര വലിയ ശത്രുക്കൾ വന്നാലും, എത്ര വലിയ പർവ്വതങ്ങൾ വന്നാലും ഇതെല്ലാം മാറിപ്പോകും, കർത്താവിൻ്റെ മുമ്പിൽ മാറിപ്പോകുമെന്ന് മോശയ്ക്കൊരു ബോധ്യമുണ്ടായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ നിരാശപ്പെട്ടിരിക്കുകയാകാം, അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കാം, തകർന്നടിഞ്ഞിരിക്കുകയായിരിക്കാം, ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ പൊട്ടിക്കരയുന്ന വേദനയായിരിക്കാം നിന്റെ ഉള്ളിൽ. നീ സങ്കടപ്പെടരുത്, ഈ സമയത്ത് നീ വിഷമിച്ചിരിക്കരുത്. നിന്റെ മുമ്പിൽ എത്ര വലിയ കടലാണെങ്കിലും നീ അതിലേക്ക് ഇറങ്ങിയാൽ മുങ്ങിച്ചാകുമെന്ന് നിനക്ക് തോന്നുന്നെങ്കിലും, കടബാധ്യത വന്നിട്ട് നിന്നെ മുക്കിക്കൊല്ലുന്ന അവസ്ഥയാണെങ്കിലും, ഇതാ ആ കടലിനെ വിഭജിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, യേശു നിന്റെ മുമ്പിലേക്ക് ഈ കൈകൾ നീട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. മോശ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ കൈകൾ നീട്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഒരു മനുഷ്യൻ കരങ്ങൾ നീട്ടിയപ്പോൾ കടൽ വിഭജിക്കപ്പെട്ട ചരിത്രം? നിങ്ങൾ എവിടെയും കേട്ടിട്ടില്ല, ഞാനും എവിടെയും കേട്ടിട്ടില്ല, ലോകത്തിൽ ആരും ചരിത്രത്തിൽ കേട്ടിട്ടില്ല. എന്നാൽ ഇതാ ആദ്യമായി ചരിത്രം മാറി എഴുതാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില ചരിത്രങ്ങൾ മാറ്റി എഴുതണമെന്ന് കർത്താവായ യേശുവിന് നിർബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിരാശയിൽ കഴിയുന്ന വ്യക്തി, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ജീവിതം കൈ കടന്നിങ്ങനെ വിറയ്ക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഉണർന്നെഴുന്നേൽക്കണം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി കർത്താവിനെ നീ വിളിക്കണം. കർത്താവിൻ്റെ വചനം നീ ഒന്ന് ഓർത്തേ, ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ഓർത്തേ. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്. നാട് പിടിച്ചടക്കിയ പ്രിയപ്പെട്ടവരെ, വാളുകൊണ്ടല്ല, കരബലം കൊണ്ടല്ല അവർ വിജയിച്ചത്. നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല നീ വിജയിക്കാൻ പോണത്, നിന്റെ കൂടെയുള്ള ആളുകളുടെ വാക്കുകൊണ്ടല്ല നീ വിജയിക്കാൻ പോണത്. അവിടുത്തെ വലത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ കർത്താവ് കരം നീട്ടിയപ്പോൾ മോശ വിജയിച്ചു. അപ്പോൾ മോശയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബോധ്യം, തൻ്റെ ജീവിതത്തിൽ ഏതു കടലിൻ്റെ മുമ്പിലും ഞാൻ നിന്നാലും കരങ്ങൾ നീട്ടാൻ കർത്താവ് എൻ്റെ പുറകിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പുറകിൽ കർത്താവുണ്ട്. കർത്താവാണ് കരങ്ങൾ നീട്ടേണ്ടത്. ഒരു വചനമുണ്ട് പ്രിയപ്പെട്ടവർ, വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു വചനം. സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താ വചനം നിങ്ങൾക്കറിയോ? കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നോക്കിയേ, ഇത്രയും തീഷ്ണതയോടെ യഹൂദന്മാരുടെ മുമ്പിൽ പോയി നിന്നിട്ട് വിളിക്കുകയാണ് ഇദ്ദേഹം, അണലി സന്തതികളെ, ആസന്നമായ മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുവിൻ, പാപത്തിൽ നിന്ന് ഓടി അകലുവിൻ. ഓക്കെ, ഇത്രയും തീഷ്ണതയോടുകൂടി അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചരിത്രം എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിനെ കുറിച്ച് വചനം പറയുകയാണ്, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ വേണം. നമ്മൾ ചിന്തിക്കണം, പ്രതിസന്ധിയിലേക്കല്ല നോക്കേണ്ടത്, ബുദ്ധിമുട്ടുകളിലേക്കല്ല നോക്കേണ്ടത്, കർത്താവിൻ്റെ കരത്തിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ കരം കൂടെയുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പ്രകാശം കൂടെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, നമുക്ക് എന്തും നേടാൻ പറ്റും. കർത്താവിൻ്റെ പ്രകാശമുണ്ടെങ്കിൽ അന്ധകാരം മാറിപ്പോകും. എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രകാശവും കർത്താവിൻ്റെ കരവും നമ്മുടെ കൂടെ ഉണ്ടാവുക? അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 89-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ, കർത്താവേ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. നമ്മൾ ചിന്തിച്ച്, ആരാണ് കർത്താവിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കുക? ആരുടെ കൈകളെയാണ് കർത്താവ് പിടിക്കുന്നത്? വചനം ഓർമ്മപ്പെടുത്തുന്നു, ഉത്സവഘോഷത്താൽ അവിടുത്തെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? കുടുംബത്തോടു കൂടി എല്ലാ ദിവസവും നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്തുതിക്കുന്നത്? അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കുക. മോശയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചേ. മോശ ഫറവോയുടെ കൈകളിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ മോശ ഫറവോയോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങളുടെ ജനത്തെ വിട്ടയക്കണം, ഇസ്രായേൽ മക്കളെ വിട്ടയക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ. വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജനത്തെ വിട്ടയക്കുന്നത്? ജനത്തിന് കാനാൻ ദേശത്ത് എത്താൻ വേണ്ടിയിട്ടാണ്, ഫലഭൂഷ്ടമായ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു വലിയ സ്വപ്നം പ്രതീക്ഷ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മോശ കാനാൻ ദേശത്തെക്കുറിച്ചും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും മോശയ്ക്ക് പറയേണ്ട കാര്യമില്ല. മോശ പറയേണ്ടത് ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള കാര്യമാണ് പറയണത്. മോശ പറയുന്നത് അവൻ്റെ ലക്ഷ്യമാണ് പറയണത്, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നീ വിട്ടയക്കുക. എന്ത് നിസ്സാരമായ കാര്യമാണ് ഫറവോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ ഫറവോ ചിലപ്പോൾ പുച്ഛിച്ച് തള്ളും. കാനാൻ ദേശത്ത്
പോകാനുണ്ട്, അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു ഗൗരവമുണ്ട്. പക്ഷെ ഒരു ഗൗരവമില്ലെന്ന് തോന്നുന്ന കാര്യം പോലും മോശ എത്ര ഗൗരവത്തോടെ അവതരിപ്പിക്കുന്നത്, ജനത്തിന് ആരാധിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ജനത്തിന് ആരാധിക്കണം. മോശയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന ഈ ഒരു ശക്തമായിട്ടുള്ള ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ, ചെങ്കടലിന് മുമ്പിൽ നിന്നപ്പോഴും കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടാകാനുള്ള ഒരു കാരണം. ഏത് പ്രതിസന്ധിയുടെ മുകളിലും സ്തുതിച്ച് ആരാധിച്ച് ഉത്സവഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആ മേഖലകളിൽ, ആ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും സ്വാധീനവും നിറയും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മളിങ്ങനെ സ്തുതിക്കുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ ആരാധിക്കുന്നത്? കർത്താവിൻ്റെ ഒന്നാമത്തെ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാൻ അല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. ഈ ദൈവത്തെ നീ ആരാധിക്കുക. ഈ ദൈവത്തെ പുറപ്പാട് പുസ്തകത്തിൽ വീണ്ടും പറയുന്നുണ്ടല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. ആരാധിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ ആരാധിക്കുന്നത് സ്തുതിക്കുന്നതൊക്കെ ദൈവത്തെ സുഖിപ്പിക്കാനാണെന്ന്. ഒരു തെറ്റായ ധാരണയാണത്. അങ്ങനെ ഒരു കാരണമേ അല്ല. എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്നറിയാവോ? നിങ്ങളുടെ രോഗത്തിൻ്റെ സമയത്ത്, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ അവിടെ നടക്കണമെന്നറിയാവോ? രോഗമുള്ള ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ തൻ്റെ രോഗത്തിൻ്റെ ചുറ്റുപാടും ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ തിരിച്ചറിയുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, മുന്നിൽ വലിയ കടൽ പോലെ പ്രശ്നങ്ങളുള്ള വ്യക്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ കടലിൻ്റെ മുമ്പിൽ അവൻ ദൈവത്തെ കാണുകയാണ്. ജീവിതത്തിൽ വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത വ്യക്തി, ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തി, ഇങ്ങനെയുള്ള വ്യക്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൻ അവിടെ ദൈവത്തെ കാണുകയാണ്. ഒരു മകള് അല്ലെങ്കിൽ ഒരു മകന് ഏതെങ്കിലും കാര്യത്തിൽ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർ മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നാട്ടുകാരെ പല കാര്യങ്ങളും പറഞ്ഞ് കുത്തി നോവിക്കുകയാണെന്നൊക്കെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി സ്തുതിക്കുന്ന ആരുടെ മുമ്പിലാണോ? എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ ദൈവസാന്നിധ്യം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം സർവ്വവ്യാപിയാണ്, എല്ലാ മുക്കിലും മൂലയിലും ദൈവമുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടെയായിരിക്കുന്നു അവിടെ ദൈവമുണ്ട്. നീ സ്തുതിക്കുമ്പോൾ ആ സാന്നിധ്യത്തെ നീ ഓർക്കുന്നു. നീ സ്തുതിക്കുമ്പോൾ ആ മേഖലകളിലെ ദൈവത്തിൻ്റെ ഭരണം നീ പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം എന്ന് നീ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ പ്രദേശത്തെ ഭരണാധികാരി നാട്ടുകാരല്ല, ഈ പ്രദേശത്തെ ഭരണാധികാരി മറ്റുള്ളവരല്ല, ഈ പ്രദേശത്തെ ഭരണാധികാരി രോഗത്തിൻ്റെ സ്വാധീനമല്ല, ഈ പ്രദേശത്തെ ഭരണാധികാരി എൻ്റെ ദൈവമാണ്. ദൈവമേ ആരാധന എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നീ ഏറ്റുപറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ ഉത്സവഘോഷത്തോടെ സ്തുതിക്കുന്ന മക്കളെക്കുറിച്ച് വചനം നമ്മൾ കേട്ടു. അവർ കർത്താവിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും. അപ്പോൾ കർത്താവ് ആ പ്രദേശത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. കാരണം നിന്റെ ഒരു അനുവാദം ആവശ്യമുണ്ട് കർത്താവിന് ചില കാര്യങ്ങൾ നടത്താൻ. നീ പറയുകയാണ് ഈ രോഗത്തിൻ്റെ മേൽ അധികാരി ദൈവമാണ്, ദൈവമേ ആരാധന. നീ പറയുകയാണ് ഈ സാമ്പത്തിക മേഖലയുടെ മേൽ അധികാരി കർത്താവാണ്, ദൈവമേ ആരാധന. നിന്റെ മക്കളുടെ തകരുന്ന ജീവിതത്തെ നോക്കി കരയുന്നതിന് പകരം അവിടേക്ക് ദൈവത്തെ കൊണ്ടുവന്ന് നീ പറയുകയാണ് ദൈവമേ ആരാധന എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തുമ്പോൾ വാസ്തവത്തിൽ ദൈവം അവിടെ ഭരണം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് കടലിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ കരയുന്നതിന് പകരം രണ്ട് കൈകളും നീ ഉയർത്തി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, യേശുവേ ആരാധന എന്ന് പറഞ്ഞ് നീ സ്തുതിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വാധീനം, ദൈവത്തിൻ്റെ ഭരണം നീ അംഗീകരിക്കുന്നു. നീ അംഗീകരിക്കുന്ന ദിവസം മുതൽ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ഓരോന്നോരായി നടപ്പാകാൻ പോകുന്നു. പൈശാചികമായ ബന്ധനങ്ങൾ, സ്വാധീനങ്ങൾ, സാന്നിധ്യങ്ങൾ എല്ലാം അവിടെ നിന്ന് പൂർണ്ണമായിട്ടും തകർക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, മോശയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ? ദൈവജനത്തെ ആരാധിക്കാൻ പഠിപ്പിക്കണം. നമ്മളൊക്കെ അറിയോ, മോശയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരെ കാനാൻ ദേശത്ത് എത്തിക്കുക എന്നുള്ളതല്ല, ദൈവജനത്തെ ആരാധിക്കാൻ പഠിപ്പിക്കണം. കാരണം ആരാധിക്കാൻ പഠിപ്പിച്ചാൽ ചെങ്കടലിൽ കുറുകെ കടക്കാൻ ഇവർക്ക് പറ്റും. അതാണ് മോശയുടെ ആഗ്രഹം. മോശ ദൈവജനത്തെ ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് ആരാധിക്കാനാണ്. കൽപ്പനകളെല്ലാം സുരുക്കൂട്ടി മുകളിൽ നിന്ന് താഴേക്ക് മോശ ഇറങ്ങി വരികയാണ്. അപ്പം മോശ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ഇതാ ദൈവകൽപ്പനകൾ. ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ പരമപ്രധാനമായി കണ്ട് ആരാധിക്കേണ്ടതിന് പകരം പിശാച്ച് അതിനെ തടയിടാൻ വേണ്ടി കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പിശാച്ചിൻ്റെ മുമ്പിൽ, ആ കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കുകയാണ്. നോക്കിയേ, ഈ കൽപ്പന സ്വീകരിക്കാൻ പാടില്ലെന്ന് പിശാച്ചിന് നിർബന്ധമുണ്ട്. നീ ദൈവത്തെ ആരാധിക്കാൻ പാടില്ലെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധമുള്ള ആരെന്നറിയാമോ? പിശാച്ചാണ്. കാരണം ഒന്നാമത്തെ കൽപ്പന നീ ഏറ്റു പറഞ്ഞ് ദൈവകരങ്ങളിൽ നീ ഒന്നാമത്തെ കൽപ്പന സ്വീകരിച്ചാൽ നിന്റെ പ്രതിസന്ധിയുടെ മേൽ നിനക്ക് അധികാരമുണ്ട്. നീ ദൈവകരങ്ങളിൽ നിന്ന് ഈ കൽപ്പന സ്വീകരിച്ചാൽ, ദൈവത്തെ രാജാവ് അംഗീകരിച്ചിട്ട് നീ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് അവിടെ ഒരു അധികാരമുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ട് ജനങ്ങളെ എല്ലാം ഒരുക്ക് കൂട്ടി. നോക്കിയേ, അഹറോനെ പോലും ഒരു നിമിത്തമാക്കിയിട്ട് പിശാച്ച് അവിടെ അത് ആരാധന തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തെ ആരാധിക്കാൻ വരുന്നതിന് മുമ്പ് അവിടെ ആരാധന തുടങ്ങിക്കഴിഞ്ഞു. മോശ ഇത്രയും ശാന്തനായ മനുഷ്യൻ ഏറ്റവും അധികം വയലൻ്റായ ദിവസമാണത്.
എന്താണ്? മോശയ്ക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിൻ്റെ കരം ഈ ജനങ്ങളെ കാണണം, ദൈവത്തെ ഈ ജനം ആരാധിക്കണം, ദൈവത്തിൻ്റെ മുഖപ്രകാശം ഈ ജനങ്ങളെ കാണണം. ഇത് തടയിടുകയാണ് പിശാച് വന്നിട്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ ദാസൻ, കർത്താവിൻ്റെ ദാസനായ മോശ ഏറ്റവും അധികം വിഷമത്തോടെ ഇതെല്ലാം തല്ലി ഉടച്ച് ജനങ്ങളുടെ നേരെ ആക്രോശിക്കുകയാണ്. നിങ്ങൾക്കിതിന് എങ്ങനെ ധൈര്യം വന്നു? എന്ത് തോന്നിവാസം നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ ആരുടെ കൈയാണ് പിടിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ദൈവത്തെ തകരാതെ സ്തുതിക്കുമ്പോൾ, ഏത് അസ്വസ്ഥത മുന്നിലേക്കും ദൈവം കടന്നു വരും. ദൈവം ആ പ്രദേശത്തെ ഭരണം ഏറ്റെടുക്കും. കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകും. കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ദൈവം നടന്നതുപോലെ നമ്മുടെ കൂടെ ദൈവം നടക്കും. ചെങ്കടൽ കടക്കും മുമ്പ് മോശയ്ക്ക് വേണ്ടി കൈ നീട്ടിയ ഒരു കർത്താവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ നിന്റെ ചെങ്കടലിന് മുമ്പിൽ ഇതാ നിനക്ക് വേണ്ടി കൈ നീട്ടുവാൻ തയ്യാറായിട്ടൊരു കർത്താവ് അവിടെ കൂടെയുണ്ട്. എങ്ങനെയാണ് ആ കർത്താവിൻ്റെ മുഖം കാണുക? എങ്ങനെയാണ് ആ കർത്താവിൻ്റെ കരം പിടിക്കുക? ദൈവത്തെ ഉത്സവഘോഷത്തോടെ നീ സ്തുതിക്കണം, വിശ്വാസത്തോടെ നീ ആരാധിക്കണം. ഒന്നാം കൽപ്പന, ദൈവമാണ് നിന്റെ രാജാവ്. ദൈവം യേശുവിനെ നീ കാണുക, ഈ ക്രൂശിതനെ നീ കാണുക, ഈശോയുടെ ആ ഉത്ഥാനത്തെ നീ കാണുക. ഒരു മരണത്തെ ഇതാ കർത്താവ് രണ്ടായിട്ട് വിഭജിച്ചു. മരണത്തിൻ്റെ ആ ഒരു ഇരുളിനെ കർത്താവ് വിഭജിച്ച് മാറ്റി. ദേവാലയത്തിൻ്റെ തിരശീല രണ്ടായി കീറിപ്പോയി. അന്ന് വരെ കീറാതിരുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചരിത്രം വഴി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഈ ചരിത്രം വഴി മാറണം. നമ്മുടെ മുമ്പിൽ ഒരു പ്രകാശം ഉദിക്കണം. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ കഴിയുന്ന ഒരു ജനം എന്ന് പറഞ്ഞാൽ ചില ബന്ധനങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന ജനം ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പോകുന്നു. ഇതാ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ പോകുന്നു. ഇതാ വചനം ഓർക്കുക, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്, അവിടുത്തെ വലതു കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. കർത്താവിൻ്റെ വലതു കൈ നിന്നെ അനുഗമിക്കട്ടെ, കർത്താവിൻ്റെ ഭുജം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ, കർത്താവ് നിന്നെ വഴി നടത്തട്ടെ. മോശയെ പോലെ ദൈവത്തിരുസന്നിധിയിൽ വലിയ ഉറപ്പോടെ, വലിയ ബോധ്യത്തോടെ ദൈവത്തിരുസന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കുടുംബത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളെയും, എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ ദുരിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ സാഹചര്യങ്ങളെ, ഭാര്യയെ, മക്കളെ, ഭർത്താവിനെ, എല്ലാവരെയും, മാതാപിതാക്കന്മാരെ, എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനമെടുക്കുക. വാളുകൊണ്ടല്ല നീ വിജയിക്കുക, ആശയങ്ങൾ കൊണ്ടല്ല നീ വിജയിക്കുക, സമ്പത്ത് കൊണ്ടല്ല നീ വിജയിക്കുക, കർത്താവിൻ്റെ കരം കൊണ്ടാണ് വിജയിക്കുക. സൃഷ്ടാവിൻ്റെ കരം നിൻ്റെ മേൽ, കർത്താവിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ. ഉറച്ച തീരുമാനമെടുക്കാം, ദൈവത്തെ ആരാധിക്കാം, കർത്താവിനെ വിളിച്ചു വരുത്താം. നിന്റെ മുമ്പിൽ ചെങ്കടൽ വിഭജിക്കപ്പെടാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളെയും കർത്താവ് ഈ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.